നമസ്കാരം. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നും വന്നതാണ്. ഞങ്ങൾ അവൻ അഭയകുമാർ എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിൽ വന്നതാണ്. ഞങ്ങൾ ഓൾറെഡി അവൻ അഭയകുമാർ എന്ന ചിത്രത്തിൻ്റെ ഒരു സോങ് ഓൺലൈനിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. കുട്ടനാട് എന്നാണ് ആ സോങ്ങിൻ്റെ പേര്. അത് പാടിയിരിക്കുന്നത് MG ശ്രീകുമാർ സാറാണ്. അവൻ അഭയകുമാർ എന്ന ചിത്രം ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ തന്നെ സുഹൃത്ത് സുജിത് K ബേബിയാണ്. ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു സിനിമയാണ് അവൻ അഭയകുമാർ. ഇത് എൻ്റെ കൂട്ടുകാരൻ ജോബി ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ് പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഇപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ ഓൾറെഡി ഈ സോങ് ഓൺലൈനിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്പോട്ടിഫൈ, ആമസോൺ മ്യൂസിക്, പിന്നെ ഷസാം, അങ്ങനെ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നല്ല റെസ്പോൺസാണ്. അതുകൂടാതെ ഇപ്പം എന്ന് പറയുന്നത്, ഈ കാലമെന്ന് പറയുന്നത് ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ്. അപ്പോൾ നമ്മൾ കൂടുതലും മാർക്കറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് കൂടുതലും ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പല വഴികൾ തേടുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഇച്ചിരി നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടെങ്കിലും, അതായത് നെഗറ്റീവ് റിവ്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആൾക്കാരുടെ ഭാഗത്തുനിന്ന്, പുള്ളിയെല്ലാം പോസിറ്റീവ് റിവ്യൂസാണ് പറയുന്നത്. പക്ഷേ ആൾക്കാർ പുള്ളിയുടെ ഡാൻസും ഒക്കെ കണ്ടിട്ട് ചിലവർക്ക് ഇഷ്ടപ്പെടാത്തവർ പുള്ളിയെ നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. എന്നാലും പുള്ളിക്ക് അത്യാവശ്യം പുള്ളിയെ സ്നേഹിക്കുന്ന, പുള്ളിയോട് താല്പര്യമുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ വന്നത് അലൻ ജോസ് പെരേരയെ കാണാനാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സോങ്ങും ഞങ്ങളുടെ ഈ അവൻ അഭയകുമാർ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റും അലൻ ജോസ് പെരേര വഴി കൂടുതലും ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ഇവിടെ അലൻ ജോസ് പെരേര എത്തിയിട്ടുണ്ട്. ഇതേ നിൽക്കുന്നു അലൻ ജോസ് പെരേര. അലൻ ജോസ് പെരേര, ഹായ് നമസ്കാരം. മിസ്റ്റർ പെരേര. ഹായ് പിന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് താർത്തേക്കണം. ഹായ് ഗായ്സ്, അപ്പോൾ അലൻ ജോസ് പെരേരയാണ്. അപ്പോൾ അവൻ അഭയകുമാർ എന്ന സിനിമയുടെ ഓഡിയോ പാട്ട് കേട്ടു. അതിഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നല്ല ആസ്വദിക്കാൻ പറ്റിയ പാട്ടാണ്. MG ചേട്ടനാണ് പാടിക്കുന്നത്, MG ശ്രീകുമാർ. അപ്പോൾ MG ശ്രീകുമാർ ശബ്ദത്തിൽ മികച്ചതായിട്ട് വന്നിട്ടുണ്ട് പാട്ട്. അപ്പോൾ ലിറിക്സും ഡയറക്ഷനും ചെയ്തിരിക്കുന്നത് സുജിത് K ബേബിയാണ്. പിന്നെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് അഭയകുമാറാണ്. അവൻ അഭയകുമാർ സിനിമയിലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അഭയകുമാർ ഏട്ടനാണ്. ഇനി വീഡിയോയും വരുമ്പോൾ അതിലും അതുക്കുമേൽ ഗംഭീരമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വേഷം തന്നിരിക്കും പെരേര. ചാൻസ് തന്നോട്ടോ, പറ്റിക്കല്ലത്. ഇല്ലല്ല, പറ്റിക്കില്ല. ഓക്കെ, പാട് മതി. അത് വ്യത്യസ്തം ഉണ്ടാവും. കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് പൊട്ടി വിരിയണ പൂങ്കില പൊട്ടിച്ചിരിച്ചവൾ പൂന്തിര തിര പൂന്തിര. കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് പൊട്ടി വിരിയും പൂങ്കുല പൊട്ടിച്ചിരിച്ചവൾ പൂന്തിര തിര പൂന്തിര. ഓക്കെ, ഞാൻ ആറാട്ടണ്ണൻ. അലൻ ജോസ് പെരേര പറഞ്ഞതോടുകൂടിയാണ് ഇവരാണ് പരിചയപ്പെട്ടത്. ഒരു ജെന്യൂൻ ഫിലിം മേക്കേഴ്സായിട്ട് തോന്നിയത്. സിനിമയോട് വളരെ പാഷനുള്ള ആൾക്കാരാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന അവൻ അഭയകുമാറിൻ്റെ പേരാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സുജിത് K ബേബിയാണ്. പുള്ളി തന്നെ ലിറിക്സ് ചെയ്തിരിക്കുന്നത്. MG ശ്രീകുമാറിൻ്റെ ആണ് പാട്ട് പാടുന്നത്. ഈ പാട്ട് കേട്ടപ്പോൾ പഴയ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വന്നു. ഒരു 80s 90s ഒരു മെലഡി സോങ് പോലെ തോന്നി. ഒരുപാട് നാളെ ഇങ്ങനെ പാട്ട് കേട്ടിട്ട്. ഇത് തിയേറ്ററിൽ ഓളം ഉണ്ടാക്കും. ഇത് ഓഡിയോയിലെല്ലാം വലിയൊരു ഹിറ്റാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വെളിപാട് പുസ്തകത്തിൽ ജിമിക്കി കമൽ ഹിറ്റായ പോലെ ഹിറ്റാവേണ്ട പാട്ടാണ്. പിന്നെ ഇത് ഓഡിയോ പടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. വീഡിയോ വരുമ്പോൾ കുട്ടനാട് ദൃശ്യഭംഗിയും കാണാം. ഈ പുള്ളിയാണ് പ്രൊഡക്ഷൻ അഭിനയം. മാക്സിമം ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുക. ഇങ്ങനത്തെ ഫിലിം മേക്കേഴ്സിനെയും പുതിയതായ സിനിമകൾ പ്രൊമോട്ട് ചെയ്യുക. ഇത് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്.
എന്തായാലും എല്ലാവരും എന്നെ അറിയാവുന്ന ആൾക്കാരും പെരേര അറിയാവുന്ന അലൻ ജോസ് പെരേര അറിയാവുന്ന ആൾക്കാരെല്ലാം തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു ഫിലിമാണ്. എല്ലാം കൊണ്ടും നല്ലൊരു എൻ്റർടൈനറായിരിക്കും. പാട്ടും കേട്ടിട്ട് നല്ല ഫീൽ ചെയ്തു. കാരണം പണ്ടത്തെ ഒരു മെലഡി സോങ് മറ്റേ ജോൺ സമാസിൻ്റെ എല്ലാം ആ ഒരു ഇതിലേക്ക് വന്നു. പിന്നെ നല്ല ഒട്ടും ലാഗില്ല, നല്ല ഋതമുണ്ട്, എല്ലാം കൊണ്ടും നല്ല പാട്ടാണ്. കുറേ നാൾ ശേഷം നല്ല പാട്ട് കേൾക്കണം. ഇത് തിയേറ്ററിൽ മാത്രമല്ല, ഇത് പാട്ട് അല്ലാതെയും ഹിറ്റാവും. നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാവുന്ന പടമാണ്. കൂട്ടുകാരൻ പാട്ട് കേട്ടോ? കേട്ട് കണ്ടിരിക്കാം. നല്ല പാട്ടല്ലേ? കേട്ടിരിക്കുന്ന പാട്ടല്ലേ? ഇത് ഫാമിലിക്ക് മാത്രമല്ല, യൂത്തിന് ഇഷ്ടപ്പെടുന്ന പടം. പുതിയ തരത്തിലുള്ള ഈണമാണ് ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് പുതിയ ഈണായിട്ട് തോന്നുന്നില്ല. എനിക്ക് ഒരു 80s 90s മെലഡി പോലെ തോന്നുന്നു. ലിറിക്സ് വളരെ നല്ലതാണ്. ലിറിക്സ് ഇത്ര നല്ല ലിറിക്സ് വന്നിട്ട് കുറേ നാളായി. ഒരു അത്ഭുതപ്പെടുത്തുന്ന ലിറിക്സ് ആണെന്ന് തന്നെ പറയാം. നൊസ്റ്റാൾജിക്ക് ഫീൽ വരുന്നുണ്ട്. ഒരു 80s 90s ഫീൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ 80s 90s പാട്ടുകൾ കണ്ടിട്ടുണ്ടോ? ഏകദേശം ഒരു 20% കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇത് യൂത്തിനും ഫാമിലിക്കും എല്ലാ ജനറേഷൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തരംഗമായി മാറാൻ പോകുന്ന പാട്ടാണ്. പിന്നെ ഇത് വീഡിയോ വരുമ്പോൾ കുട്ടനാട് ദൃശ്യഭംഗി ഉണ്ടാകാൻ സാധ്യതയില്ലേ? പുള്ളിപ്പുള്ളികൾക്ക് ശേഷം ഒരു കുട്ടനാടിന്റെ ഭംഗി കാണിക്കുന്നുണ്ട് പടത്തിൽ. താങ്കൾക്ക് എന്താ 2000 കഴിഞ്ഞുണ്ടായ കിട്ടായതുകൊണ്ടാണ് വലിയ താല്പര്യമില്ലാത്ത? പാട്ട് കേട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് നാൾ ശേഷമാണ്. പിന്നെ MG സുകുമാർ സാറാണ് ഭയങ്കര ഹൈപ്പ് എടുക്കാണ്ട് കാണേണ്ട സിനിമയാണ്. MG സുകുമാർ സാറാണ് അതിന് പാടിയിട്ടില്ലേ? MG ചേട്ടൻ പാടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നാൾ ശേഷം തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാക്കാൻ സാധ്യതയില്ലേ? MG ചേട്ടൻ്റെ പാട്ടുണ്ടായിരുന്നു, ചിന്നമ്മ കുഞ്ഞിപ്പെണ്ണമ്മ. അപ്പൊ ആ പാട്ടിനൊക്കെ ശേഷം ഒരു ഇമ്പുള്ളൊരു പാട്ടാണ്. എന്തായാലും തിയേറ്ററിലെല്ലാം ഓളം ഉണ്ടാക്കാൻ സാധ്യതയില്ലേ? ഒരു ചെറിയ ഓളം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചെറിയ ഓളം? നിങ്ങളെന്താ ഇങ്ങനെ പറയണ? എനിക്ക് വളരെ എങ്ങനെ പാട്ട് കേട്ടപ്പോൾ നൊസ്റ്റാൾജിക് ഫീലിംഗ് വന്നു. ഹൗസ് ഓട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൾക്കാർക്ക് മനസ്സമാനമില്ല. കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് മനസ്സമാനമില്ല. സംഘർഷാവസ്ഥ ഇതൊക്കെയാണ്. അതിൽ നിന്ന് ചേഞ്ച് വരും. മെസ്സേജും ഉണ്ട്. നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുന്നത് ഒരു എക്സർസൈസ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്. പക്ഷേ ഇതൊന്നും അല്ലാതെ പഴയ ആൾക്കാരെല്ലാം പറയുന്നത് ഇതൊന്നും അല്ലാതെ നമ്മളെ ശ്രദ്ധ, അവയർനെസ് കൊണ്ട് നമുക്ക് തോട്ട്സ് കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ അപ്പോൾ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഒരു എഡ്യൂക്കേറ്റീവ് ഫിലിം കൂടെയാണ്. എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഒരു എഡ്യൂക്കേറ്റീവ് ഫിലിം കൂടെയാണ്. ഒരു എഡ്യൂക്കേറ്റീവ് ഫിലിം കൂടെയാണ്, എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല. കാരണം ഇത് ഞാൻ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ഞാൻ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാണ്. എനിക്കറിയാം ഇത് പ്രായോഗികമാക്കിയ ആളാണ്. ഉള്ളൂ. കലാമൂല്യമുള്ള സിനിമയാണത്. നല്ലൊരു മെസ്സേജ് ഉള്ള മൂവിയാണ്. മെസ്സേജും ഉണ്ട് ഉള്ള ഒരു സിനിമയും കൂടെയാണ്. ഇതിലൂടെ അതായത് ഇതിൻ്റെ അകത്ത് മദ്യപാനം കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലഹരി മരുന്ന് കൊണ്ട് പറ്റുന്ന ആപത്തുകൾ കാരണം നമ്മുടെ ചിന്താശക്തിയെ നമുക്ക് ഈ ഓവർ തിങ്കിങ് വരുന്നോണ്ടാണല്ലോ നമ്മൾ ഇതിനെല്ലാം അടിമയായി പോകുന്നത്. നമുക്ക് ഒരു സമാധാനം, ഒരു പീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രഗ്സ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇതെങ്ങനെ ഓട്ടോമാറ്റിക്കലി ഈ ലഹരിയൊന്നും ഇല്ലാതെ ഒരു മനുഷ്യന് എങ്ങനെ സമാധാനം കിട്ടും? നാച്ചുറലി നമുക്ക് തോട്ട്സ് ഇല്ലാതായാൽ ഓൾറെഡി നമുക്ക് സമാധാനം കിട്ടും. മെഡിറ്റേഷൻ അങ്ങനെയാണ്. തോട്ട്സ് പോകണം. നോ മൈൻഡ് സ്റ്റേറ്റ് ഒരു ഫീൽ ഗുഡ് മൂവി ആണോ? അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ പോകാൻ വേണ്ടിയിട്ടുള്ള എങ്ങനെ പോകാം അതിനെക്കുറിച്ചൊക്കെ ഒരു മെസ്സേജ് ഒക്കെ കൊടുക്കുന്ന സാധാരണ ഇപ്പോഴത്തെ എല്ലാം സംഘർഷഭരിതമായ കാര്യങ്ങളാണ്. സിനിമകളാണെങ്കിൽ വളരെ സംഘർഷഭരിതം. ഇത് അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്, ഈ കാലത്ത് ഒരുപാട് സ്ട്രെസ് ഉണ്ട്. നമുക്കൊന്ന് മൈൻഡ് കാമാക്കാൻ പറ്റും അല്ല? സമാധാനപരമായിട്ട് എങ്ങനെ സമാധാനം കിട്ടും, സംഘർഷം ഒഴിവാക്കണം, ലഹരി മരുന്നൊന്നും ഇല്ലാതെ എങ്ങനെ സമാധാനം കിട്ടും എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് ഒക്കെ കൊടുക്കുന്ന എന്നാൽ നല്ല ഒരു ഫാമിലി സ്റ്റോറിയും കൂടെയാണ്. അല്ല, ഈ കാലത്ത് ഇങ്ങനത്തെ പഠനം ഓടുന്നുണ്ട്. ഇപ്പോൾ വലിയ സൂപ്പർ സ്റ്റാർ വേണോ ഇല്ല, ഇതിനകത്ത് കുറച്ച് നമ്മുടെ ജീവിതം. പക്ഷേ ആളുകൾ അറിയണം, ഇങ്ങനെ പടം ഉണ്ടെന്ന് ആളുകൾ അറിയണം. റിയൽ സ്റ്റോറി ഉണ്ട്. അതായത് എനിക്കുണ്ടായ ഇൻസിഡന്റ് വെച്ചിട്ടുള്ള റിയൽ ജീവിതാനുഭവം വെച്ചിട്ടുള്ള റിയൽ സ്റ്റോറി ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അത്യാവശ്യം കഴിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഞാൻ 2013 സ്റ്റോപ്പ് ചെയ്തു. ഒരു ഗ്ലാസ് ബിയർ പോലും കഴിക്കത്തില്ല. ഞാനിനി മരിക്കുന്നവരെ കഴിക്കത്തില്ല. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റി അതെല്ലാം ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നുണ്ട്. 2018 സ്മോക്കിങ് നിർത്തി. അപ്പം സ്മോക്കിങ്ങും ഇല്ല, ആൽക്കഹോളും ഇല്ല. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഇപ്പോഴത്തെ യൂത്തിന് നല്ല മെസ്സേജ് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ യൂത്ത് നല്ല മെസ്സേജ് കണ്ടുകൊണ്ട് അവർക്ക് നമുക്ക് എങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാം. പിന്നെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ മദ്യപാനവും സിഗരറ്റ് വലിയും എല്ലാം നിർത്തിയിട്ട് ഇങ്ങനെ ഒരു സംഭവം MG സുകുമാർ സാറിനെ കൊണ്ട് പാടിക്കാനും ഇങ്ങനെ ഒരു ആ സമയത്തൊക്കെ എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല,
പിന്നെ ജോലി ചെയ്യത്തില്ല, കുടി മാത്രമേ ഉള്ളൂ. ആ അവസ്ഥ അങ്ങനെ കുറേ നടക്കത്തില്ല, ഇതൊന്നും നടക്കത്തില്ല. അങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം അതുകൊണ്ട് നിർത്തിയോണ്ട് എനിക്ക് ഇങ്ങനെ വരെ ചെയ്യാൻ പറ്റി. എനിക്ക് ഇപ്പം ഇങ്ങനെ അസാധ്യമായിട്ടൊന്നുമില്ല. അത് ഒരു മെസ്സേജും കൂടെ കൊടുക്കാൻ പറ്റും. ഇപ്പം ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയോണ്ടല്ലേ ഇപ്പോൾ ആറാട്ടണ്ണനെ ആണെങ്കിലും ജോസ് പെരേരയൊക്കെ ആണെങ്കിലും എനിക്ക് പരിചയപ്പെടാൻ പറ്റി, കാണാൻ പറ്റി. ഇങ്ങനെ ഒരു കണ്ടന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നോണ്ടല്ലേ, അപ്പം ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നോണ്ടാണ് എത്തിയത്. അപ്പം ഒരുപാട് മെസ്സേജ് ഉണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു മെസ്സേജാണ്. മനസ്സിലാവും നമുക്ക് ഇതൊന്നും അല്ല, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ മാക്സിമം ഇങ്ങനെ പടം ഉടനെ ആൾക്കാർ അറിയണം, മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. രോമാഞ്ചല ഓടുന്നൂടെ ഓടാൻ സാധ്യതയുണ്ട്. പ്രൊമോഷൻ ചെയ്യണം, കണ്ടന്റ് നല്ലതാണ്, പ്രൊമോട്ട് ചെയ്യണം. ഒരു രോമാഞ്ചല ഇറ്റായ പോലെ ഇട്ടാവട്ടെ. നല്ലതാണ് പറയും, മോശം പറയും. ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഫീലിംഗ് നല്ലൊരു പാട്ടായിട്ട് തോന്നിയത്. ഇല്ലെങ്കിൽ അഭിനയമാണെങ്കിലും വീഡിയോയിൽ കണ്ടപ്പോൾ നന്നായി തോന്നി. ഉള്ളത് പറയുന്ന ആളാണ് ഞാൻ. അതായത് എനിക്ക് ആരും സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മോശമാണെങ്കിൽ ഞാനിത് പ്രൊമോട്ട് ചെയ്യില്ലായിരുന്നു. നല്ലൊരു പാട്ടാണ്, എല്ലാ ജനറേഷൻ പറ്റിയ ആൾക്കാർക്കുള്ള പാട്ടാണ്, നല്ലൊരു സിനിമയാണ്. മാക്സിമം മാർക്കറ്റ് ചെയ്യണം. ഒരു പടം വിജയിക്കുന്ന 2 കാര്യമാണ്, ഒന്ന് പടം നന്നാവണം, പിന്നെ മാർക്കറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഓഡിയോ ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഉണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ സോഴ്സും ഉപയോഗിച്ചാലേ രീതിയിൽ റീച്ച് ആക്കണം. ഒരു സിനിമാക്കാർക്ക് അറിയില്ലാത്ത കാര്യം, ഒരു പടം പറഞ്ഞെങ്കിൽ 2 കാര്യമേ ഉള്ളൂ. ഒന്ന് പടം നല്ലതാവണം, പിന്നെ മാർക്കറ്റിംഗ്. ഇത് രണ്ടും വന്ന പടം ഉറപ്പാണ്, ഹിറ്റാണ്. ഇതിപ്പോൾ പടം സംഭവം നല്ലതാണ്, ഇതിന് മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ കുട്ടനാട് പാട്ടിൽ എൻ്റെ ഡാൻസ് വേണ്ടേ? പിന്നെ വേണം. അപ്പോൾ സ്ഥിരം സ്റ്റെപ്സ് വേണോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വേണോ? നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഞങ്ങൾ കുറച്ച് സ്റ്റെപ്പ് പറഞ്ഞുതരാം. ആ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുമോ? ഒന്ന് കാണിച്ചു തരാം. അതായത് പാട്ടിട്ടോ, കുട്ടനാട് പാട്ട്. അത് കുട്ടനാട് കാണിച്ചു. കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല, കെട്ടിമറിയും നാട്, പൊട്ടി വിരിഞ്ഞ പൂങ്കില, പൊട്ടിച്ചിരിച്ചവൾ പൂന്തിര. ഇത്രയും മതി. ഓക്കെ. കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല, കെട്ടിമറിയും നാട്, പൊട്ടി വിരിഞ്ഞ പൂങ്കില, പൊട്ടിച്ചിരിച്ചവൾ പൂന്തിര. കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല, കെട്ടിമറിയും നാട്,